സീറ്റ് തർക്കം മുറുകുന്നതിനിടെ ജോസഫ് ഗ്രൂപ്പിലെ ചില നേതാക്കൾ ഇടതുമുന്നണി നേതാക്കളുമായി ചർച്ച നടത്തി. ടെലിഫോൺ വഴി നടത്തിയ സംഭാഷണത്തിൽ മുന്നണി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായതാണ് സൂചന. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, ഇപ്പോഴത്തെ കേരള കോൺഗ്രസിലകത്തെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷം മുന്നണിയും ആഗ്രഹിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നീക്കം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. കാരണം മധ്യ തിരുവിതാംകൂർ മേഖലയിൽ പി ജെ ജോസഫ് വരികയാണെങ്കിൽ അത് ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ ഇടതു നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, നേരത്തെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവന്നതും മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഒരു കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ ജനാധിപത്യ കേരള കോൺഗ്രസ് നേരത്തെ പി ജെ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കൾ രൂപീകരിച്ച പാർട്ടിയാണ്. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും പി ജെ ജോസഫിന്റെ ഏറ്റവും അടുത്ത നേതാക്കൾ തന്നെയാണ്. അന്ന് യു ഡി എഫ് വിട്ട് ഈ ഫ്രാൻസിസ് ജോർജ് പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തി തങ്ങൾ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും കെ എം മാണിക്കെതിരെ മാത്രമാണ് കടുത്ത വിമർശനങ്ങൾ ഈ നേതാക്കൾ ഉന്നയിച്ചത്. ആന്റണി രാജു അടക്കമുള്ളവർ അന്ന് പറഞ്ഞിരുന്നത് ഇത് കേരള കോൺഗ്രസിൽ മക്കൾ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി കെ എം മാണി ശ്രമിക്കുന്നു, അവിടെയുള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് തങ്ങൾ പുറത്തു പോകുന്നത് എന്ന് പറയുകയും ചെയ്തു. ആ ഘട്ടത്തിലെല്ലാം പി ജെ ജോസഫിനെ അനുകൂലിച്ച നിലപാട് തന്നെയായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫ് വിട്ട് പുറത്തു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണി നേതൃത്വം അതിനെ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് കൂടെ ഉണ്ടെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ, അതായത് ചാലക്കുടി, കോട്ടയം, പത്തനംതിട്ട അടക്കമുള്ള എറണാകുളം അടക്കമുള്ള സീറ്റുകളിൽ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതു നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ ഇത് ഒരു ഔദ്യോഗിക ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട അതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് ആന്റണി രാജു അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത്. പി ജെ ജോസഫ് ആ പാർട്ടി വിട്ട് പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ തങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുമെന്ന്